ഇപ്പോൾ കേരള സംരക്ഷണ യാത്രയുടെ തെക്കൻ മേഖലയിൽ കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. CPI ML മറ്റ് വിവിധ കക്ഷികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിച്ച് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം കൂടുതൽ വിപുലീകൃതമായ ഒരു സംവിധാനമായി മാറിയിരിക്കുകയാണ്. ഇത്തരത്തിൽ 10 കക്ഷികളുള്ളൊരു മുന്നണിയായി മാറിയതിനു ശേഷം കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ ഒരു പ്രചരണ പരിപാടിയാണ് ഇത്തവണ നടന്നത്. എല്ലായിടത്തും അഭൂതപൂർവമായ ഒരു മുന്നേറ്റമാണ് ഈ ജാഥ സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രകടമായിട്ടുള്ളത്. ഏപ്രിൽ മാസം ഇവിടെ ലോകസഭയിലേക്ക് ഇലക്ഷൻ നടക്കും. മാർച്ച് ആദ്യം തന്നെ ഇലക്ഷൻ്റെ തീയതികൾ പ്രഖ്യാപിക്കും. കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ലോകസഭ ഇലക്ഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കണം. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ മാവേലിക്കര ലോകസഭ മണ്ഡലം ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയണം. കേരളത്തിലെ ഭൂരിപക്ഷ സീറ്റുകളിൽ ഇടതുപക്ഷം വിജയിച്ചാലാണ് കേന്ദ്രത്തിൽ BJP സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയുകയുള്ളൂ. 6 വർഷം ഇന്ത്യ ഭരിച്ച വാജ്പേയി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ സാധിച്ചത് 2004 20 പാർലമെന്റ് സീറ്റിൽ 18 പാർലമെന്റ് സീറ്റും ഇടതുപക്ഷം വിജയിച്ച കാലഘട്ടത്തിലാണ്. അന്ന് കേരളത്തിൽ നിന്ന് ഒറ്റ കോൺഗ്രസ്സുകാരെ ജനങ്ങൾ തിരഞ്ഞെടുത്തില്ല. കോൺഗ്രസും ഇടതുപക്ഷവും BJP മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തെയാണ് ജനങ്ങൾ RSS-നെതിരായ പോരാട്ടത്തിൽ വിശ്വാസത്തിലെടുക്കുന്നത്. കോൺഗ്രസ്സുകാർ ജയിച്ചാൽ ഡൽഹിയിലെത്തിയാൽ കൈപ്പത്തി താമരയായിട്ട് മാറും. അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാരെ ഇന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ 82 കോൺഗ്രസ് MLA-മാർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂറുമാറി BJP-യിൽ ചേർന്നു. അതുകൊണ്ടാണ് ഗോവയിലും മണിപ്പൂരിലും അരുണാചൽ പ്രദേശിലും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയിട്ടും ഏറ്റവും കൂടുതൽ വലിയ കക്ഷിയായിട്ടും മന്ത്രിസഭ രൂപീകരിച്ചത് ഈ സംസ്ഥാനങ്ങളിൽ BJP ആയിരുന്നു. അരുണാചൽ പ്രദേശിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ BJP-യിൽ ചേർന്ന് BJP-യുടെ മുഖ്യമന്ത്രിയായി. 60-അംഗ നിയമസഭയിൽ 45 കോൺഗ്രസ്സുകാർ അരുണാചൽ പ്രദേശിൽ ജയിച്ചു. 34 പേരും കോൺഗ്രസ് വിട്ട് BJP ചേർന്നു. ഈ കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കും? RSS-മായി ഏറ്റുമുട്ടി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ജനാധിപത്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യുന്നത് ഇടതുപക്ഷമാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഇടതുപക്ഷക്കാർ വിജയിച്ചാൽ അവർ ഒരിക്കലും കാലുമാറില്ല. ഇപ്പം ജനങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഇടതുപക്ഷക്കാരൻ്റെ കാല് നല്ല ഉറച്ച കാലാണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ഇതിലൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തെ ജനങ്ങൾ വിജയിപ്പിക്കുന്നത്. കോൺഗ്രസ് ഇന്ന് BJP-ക്ക് ബദലല്ല. ഇപ്പോൾ പറയുന്നു പ്രിയങ്ക ഗാന്ധി വന്നതോടുകൂടി കോൺഗ്രസ് രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഒരു പത്രം പറഞ്ഞു ഉത്തർപ്രദേശിൽ റോഡ് ഷോ നടത്തി.
രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. ജനങ്ങൾ ആവേശത്തോടു കൂടി പ്രിയങ്കയെ ആർത്തു വിളിച്ചു. കോൺഗ്രസ് രക്ഷപ്പെട്ടു എന്നാണ്. ഇതേ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ചേർന്നിട്ടല്ലേ മുന്നണി ഉണ്ടാക്കി, റോഡ് ഷോ നടത്തി ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്? എന്നിട്ട് എന്തുകൊണ്ട് കോൺഗ്രസ് അവിടെ തോറ്റുപോയി? കോൺഗ്രസിന്റെ കൂടെ കൂടി ഞങ്ങൾ ഉള്ള സീറ്റും പോയി എന്നാണ് അഖിലേഷ് യാദവ് പിന്നീട് പറയുകയും ഇനി കോൺഗ്രസുമായി മുന്നണിയില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിൽ ഇപ്പോൾ പ്രിയങ്കയെ ഇറക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു പത്രം പറഞ്ഞു, പ്രിയങ്കയെ കാണുമ്പോൾ ഇന്ദിരാഗാന്ധിയെ കാണുന്നത് പോലെയുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് പ്രിയങ്കയെ ഏറ്റെടുത്തിരിക്കുന്നു. അതിന് പറഞ്ഞ കാരണമാണ് വിചിത്രം. സോണിയാഗാന്ധി വന്നിട്ട് രക്ഷപ്പെട്ടില്ല. ഇപ്പൊ പ്രിയങ്ക ഗാന്ധി ഇറക്കിയപ്പോൾ പറയുന്നു പ്രിയങ്ക ഇന്ദിരയെ പോലെയാണ്. അതിൽ കണ്ടെത്തിയ ഒരു സാമ്യത എന്താണെന്നറിയോ? പ്രിയങ്കയുടെ മൂക്ക് ഇന്ദിരയുടെ മൂക്ക് പോലെയാണ്. നീണ്ട മൂക്ക് കിട്ടിയിരിക്കുന്നു. എനിക്കിത് കേട്ടപ്പോൾ തോന്നിയത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥാപാത്രമുണ്ട്, വിശ്വവിഖ്യാതമായ മൂക്ക്. അതിൽ ആ മൂക്കൻ കഥാപാത്രം അയാളുടെ മൂക്ക് ആളുകൾ വർണ്ണിച്ച് വർണ്ണിച്ച് മൂക്കിൻ്റെ നീളം കൂടി നീണ്ട മൂക്കായി. ആ മൂക്ക് തൊട്ടു നോക്കാൻ മത്സരമായി. അവസാനം ആ മൂക്കിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ ഈ തൊട്ടു നോക്കാൻ പണം വാങ്ങി എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്കിൽ പറയുന്നത്. ഇത് ആ മൂക്ക് പിടിക്കാൻ വേണ്ടി പൈസ വാങ്ങിയ അന്നത്തെ അവസ്ഥ ഒരുപക്ഷെ വൈക്കം മുഹമ്മദ് ബഷീർ ഇന്നത്തെ കോൺഗ്രസ്സുകാരെ അന്നേ കണ്ടിരുന്നോ എന്നാണ് ഞാനിപ്പോൾ സംശയിക്കുന്നത്. ആരെങ്കിലും ഒരു മൂക്ക് കിട്ടിപ്പോയി എന്ന് പറഞ്ഞു ഇലക്ഷനിൽ ജയിക്കാൻ പോകുന്നു എന്ന് പറയുമോ? നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഇത്രമാത്രം രാഷ്ട്രീയ ബോധമില്ലാത്തവരാണ്. ഇത്തരം കണക്കുകൂട്ടലുകളാണ് കോൺഗ്രസ് എല്ലാ കാലത്തും പരാജയപ്പെടാൻ കാരണം. ഒരു വ്യക്തിയെ നോക്കിയിട്ടോ ഒരു മൂക്ക് നോക്കിയിട്ടോ അല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. നയങ്ങൾ നോക്കിയിട്ടാണ് ജനങ്ങൾ തീരുമാനമെടുക്കുന്നത്. കോൺഗ്രസിന്റെ നയങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ രാഹുൽ ഗാന്ധി വന്നിട്ടും തയ്യാറായിട്ടുണ്ടോ? BJPയുടെ RSSന്റെ നിലപാടാണ് പല മേഖലയിലും ഇന്ന് കോൺഗ്രസും സ്വീകരിക്കുന്നത്. RSS പറയുന്നു ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് ക്ഷേത്രമുണ്ടാക്കും. കോൺഗ്രസ് ഇപ്പോൾ പറയുന്നു കോൺഗ്രസ് വന്നാലും ഞങ്ങൾ ഇത് ഉണ്ടാക്കിത്തരാം എന്നാണ്. പള്ളി പൊളിച്ച സ്ഥലത്ത് തന്നെ ക്ഷേത്രം വേണോ? BJPയും പറയുന്നു അവിടെ തന്നെ ഉണ്ടാക്കാം. കോൺഗ്രസും പറയുന്നു ഞങ്ങളും ഉണ്ടാക്കും. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിലും കോൺഗ്രസിലും BJPക്കും ഒരേ നിലപാടാണ്. RSSന്റെ നിലപാട് കോൺഗ്രസിന്റെ നിലപാടായി മാറുന്നു. ഈ കോൺഗ്രസിന്റെ സമീപനമാണ് ജനങ്ങളിൽ നിന്ന് കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നത്. BJPക്ക് ബദൽ കോൺഗ്രസ് അല്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. അതടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെടാൻ പോവുകയാണ്. അതിൽ ആത്മവിശ്വാസത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രവർത്തകന്മാ പ്രവർത്തിക്കണം. അതിന് LDF സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കൊരു മുതൽക്കൂട്ടാൻ. ഇത്തവണ LDFന്റെ പ്രവർത്തകന്മാർ ജനങ്ങളെ സമീപിക്കുമ്പോൾ തലയിൽ മുണ്ടിട്ടിട്ട് ഭരണകക്ഷിക്കാർക്ക് ജനങ്ങൾക്കിടയിൽ പോകേണ്ടി വരില്ല. ഈ നിയോജക മണ്ഡലത്തിലെ MLA കൂടിയായിട്ടുള്ള KB ഗണേഷ് കുമാർ 1000 ദിവസം പൂർത്തിയാക്കുന്ന ഇന്നത്തെ ദിവസം LDF ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ ചുരുക്കത്തിലൂടെ പ്രതിപാദിക്കുകയുണ്ടായി. അതൊന്നും ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇടതുപക്ഷ ഗവൺമെന്റിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ്. ഇവിടെ ആര് ഭരിച്ചാലും കണക്ക് തന്നെയാണ്.
ആര് ഭരിച്ചിട്ടെന്താണ് കാര്യം എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കേരളത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. LDF വന്നാൽ മാറ്റം വരും എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ സയൻസ് പാർക്കിൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ 2ാമത്തെ സ്ഥാപനമാണത്. വൈറസിനെ സംബന്ധിച്ച് നിപ്പ വൈറസ് വന്നപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം നാം മനസ്സിലാക്കിയത്. അത് മനസ്സിലാക്കാനും രോഗം കണ്ടുപിടിക്കാനും കഴിയുന്ന സംവിധാനം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു, അന്താരാഷ്ട്ര നിലവാരത്തിൽ. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ചില പത്രങ്ങൾ മുഖപ്രസംഗം എഴുതി. നമ്മൾ എപ്പോഴും എതിർക്കുന്ന ഒരു പത്രമാണ് മലയാള മനോരമ. ഈ കഴിഞ്ഞ ദിവസം 9ാം തീയതി മലയാള മനോരമയുടെ ആ മുഖപ്രസംഗം നിങ്ങളൊന്ന് വായിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആ പത്രത്തിൻ്റെ വരിക്കാരാകണം എന്നല്ല ഞാൻ പറയുന്നത്. ഇത് കേട്ട ഉടനെ എന്നെ ദേശാഭിമാനി നിർത്തി അത് എടുക്കാൻ പോകണ്ട. ആ ദിവസത്തെ പത്രം. വാർത്തകൾ തുടരുന്നു. പ്രതിദിനം കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്നത്. എന്നാൽ സ്വർണ്ണ വിൽപ്പനയിൽ നടക്കുന്ന തട്ടിപ്പുകൾ അധികമാർക്കും അറിയില്ല. നികുതി ഇനത്തിൽ ഖജനാവിലേക്ക് എത്തേണ്ട കോടികളാണ് സ്വർണ്ണ കച്ചവടക്കാർ വെട്ടിക്കുന്നത്. ബില്ലില്ലാതെ സ്വർണം വാങ്ങുന്നതിലൂടെ ഉപഭോക്താക്കളും കബളിപ്പിക്കപ്പെടുന്നു. നാടിന്റെ വികസനത്തിന് നൽകേണ്ട കോടിക്കണക്കിന് രൂപയാണ് സ്വർണ്ണ കച്ചവടക്കാർ നഷ്ടപ്പെടുത്തുന്നത്. പീപ്പിൾ ന്യൂസ് എക്സ്ക്ലൂസീവ്. പ്രതിദിനം കോടികളുടെ സ്വർണ്ണാഭരണങ്ങളാണ് കേരളത്തിൽ മാത്രം വിറ്റഴിക്കപ്പെടുന്നത്. എന്നാൽ ഈ വിൽപ്പനയിൽ നടക്കുന്ന തട്ടിപ്പുകൾ അധികമാർക്കും അറിയില്ല. നികുതി ഇനത്തിൽ ഖജനാവിലേക്ക് എത്തേണ്ട കോടികളാണ് പല രീതിയിൽ സ്വർണ്ണക്കച്ചവടക്കാർ വെട്ടിക്കുന്നത്. ഫലമോ നാടിന്റെ വികസനത്തിനുതകേണ്ട പണം നഷ്ടമാകുന്നു എന്നതും. കായംകുളത്തെ പ്രമുഖ ജ്വല്ലറികളിൽ ഒന്നാണ് അറേബ്യൻ. പ്രതിദിനം ലക്ഷങ്ങളുടെ കച്ചവടം പക്ഷേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വെട്ടിച്ച് ഖജനാവിന് കോടികളുടെ നഷ്ടമുണ്ടാക്കി. കല്യാണ പാർട്ടി എന്ന രീതിയിലാണ് ഞങ്ങൾ അറേബ്യൻ ജ്വല്ലറിയിൽ എത്തിയത്. ഒരു വളയും 2 നെക്ലേസും ഉൾപ്പെടെ 46 ഗ്രാം സ്വർണം വാങ്ങി. പണിക്കൂലി ഉൾപ്പെടെ 1,68,328 രൂപ ബില്ലടിച്ചു. പിന്നീട് ഡിസ്കൗണ്ട് നൽകണമെന്നാവശ്യപ്പെട്ടപ്പോൾ തുക വീണ്ടും കുറഞ്ഞ് 1,55,300 രൂപയായി. ഇതിനു പുറമെ 3% GST കൂടി നൽകണമെന്ന് കടക്കാർ ആവശ്യപ്പെട്ടു. അത് ഏകദേശം 5,000 രൂപയോളം വരും. എങ്കിൽ സ്വർണം വേണ്ടെന്നായി ഞങ്ങൾ. GST ഒഴിവാക്കി നൽകുന്ന കടകൾ ധാരാളമുണ്ടെന്ന ഞങ്ങളുടെ വാക്കുകൾക്ക് കീഴടങ്ങി ഖജനാവിലേക്ക് എത്തേണ്ട GST ഒഴിവാക്കി നൽകി അറേബ്യൻ ജ്വല്ലറി. പക്ഷേ ഒരു കണ്ടീഷൻ മാത്രം, യഥാർത്ഥ ബില്ലിന് പകരം എസ്റ്റിമേറ്റ് ബില്ല് നൽകാനാവൂ എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ സമ്മതിച്ചതോടെ 1,55,300 രൂപയ്ക്ക് 46 ഗ്രാം സ്വർണം. ഈ ബില്ലിനകത്ത് ഇപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്യുന്ന സാധനവും ഇവിടെ വെച്ചിരിക്കുന്ന സാധനം മാർക്ക് ചെയ്തത്. ബില്ലുമായിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതിലിരിക്കുന്ന സാധനം പേയ്മെന്റ് ബാലൻസ് അടച്ചിരിക്കുമ്പോൾ ആയിട്ടും വരും. ഷോപ്പിന്റെ ഇതിന്റെ പേരിലാണ്, ഷോപ്പിന്റെ പേര് വേണമെങ്കിൽ സാധനം 3% GST ബില്ല് ഷോപ്പിന്റെ പേരാണ്. അങ്ങനെയാണോ ബില്ല് വേണ്ടത്? അങ്ങനെയും ബില്ല് വരുന്നത് എസ്റ്റിമേറ്റഡ് ആയിട്ട് അല്ലാതെ ഇതിപ്പോൾ എന്തൊക്കെയാണെന്നറിയില്ല. കാരണം GST അടച്ചില്ലെങ്കിലും യാതൊരു കുഴപ്പവും വരാനില്ലെന്നായിരുന്നു അവരുടെ ഭാഷ്യം. ഫലത്തിൽ ഒരു ചെറിയ കച്ചവടത്തിലൂടെ സർക്കാർ ഖജനാവിന് നഷ്ടം 5,000 രൂപ. മാത്രമല്ല, ലക്ഷങ്ങൾ മുടക്കി ബില്ലില്ലാതെ വാങ്ങുന്ന സ്വർണത്തിന്റെ മാറ്റു കുറഞ്ഞാലോ മറ്റ് തകരാറുകൾ സംഭവിച്ചാലോ കടക്കാർ ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞാൽ നഷ്ടം സംഭവിക്കുക ഭോക്താവിനാകും എന്നതും ഉറപ്പ്. കേരളത്തിലെ സ്വർണ്ണക്കച്ചവടത്തിന്റെ നേർസാക്ഷ്യമാണ് ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. വ്യാപകമായി GST വെട്ടിച്ചാണ് പല കടകളും സ്വർണം വിൽക്കുന്നത്. പ്രതിദിനം ഖജനാവിന് കോടികളുടെ നഷ്ടവും. ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം KG ദിനകർ. പീപ്പിൾ TV ഇംപാക്ട്. സ്വർണ്ണക്കടകളിലെ നികുതി വെട്ടിപ്പ് സംബന്ധിച്ച് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് അന്വേഷണം പ്രഖ്യാപിച്ചു. പീപ്പിൾ TV പുറത്തു കൊണ്ടുവന്ന വാർത്ത തെളിവായി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പീപ്പിൾ TVയുടെ ഉദ്യമത്തെ ധനമന്ത്രി അഭിനന്ദിച്ചു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് KG ദിനകർ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ദിനകർ, ഇപ്പോൾ സർക്കാർ കണ്ണു തുറന്നിരിക്കുന്നു, അവർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി എന്തൊക്കെ നടപടികളും ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് സ്വീകരിക്കുക? അശ്വതി, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധനകാര്യമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. പീപ്പിൾ TV
പീപ്പിൾ ടിവിയുടെ ഒളിക്യാമറ വാർത്തയെ തുടർന്നാണ് ധനമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ വെട്ടിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മുടെ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ വ്യക്തമായിരുന്നു. ഇതൊരു തുടർ പരമ്പര തന്നെയായിട്ടാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിടാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. ഇന്ന് 3 ജ്വല്ലറികളിലെ നമ്മൾ ചെയ്ത വാർത്തയാണ്. ഒളിക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ പുറത്തുവിട്ടത്. GST സ്വർണത്തിന് 3% നികുതി. 1 ലക്ഷം രൂപയ്ക്ക് 3000 രൂപ നികുതി നൽകേണ്ടതുണ്ട്. ഈ നികുതി ഉപഭോക്താവിന് ഒഴിവാക്കി നൽകിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഉപഭോക്താവിൽ നിന്നും വാങ്ങാതെ അത് കുറച്ചു കൊടുത്തുകൊണ്ട് ഖജനാവിന് വലിയ നഷ്ടം വരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ വെട്ടിപ്പ് നടക്കുന്നത്. പീപ്പിൾ ടിവിയുടെ ഉദ്യമത്തെ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് അഭിനന്ദിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ നികുതി നൽകിക്കൊണ്ട് അത് നാടിന് മുതൽക്കൂട്ടാക്കിക്കൊണ്ട് നാടിന്റെ വികസന പ്രവർത്തനത്തിൽ അത്തരം പണം ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇത്തരം ചാനലുകളിലൂടെ ഇത്തരം വാർത്തകൾ നൽകി നികുതിദായകരെ കൃത്യമായി നികുതി നൽകുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുക. ദിനകർ, ഇപ്പോൾ ധനമന്ത്രി തന്നെ ഇത് പറയുന്നതിന്റെ ബൈറ്റ് നമ്മൾക്ക് ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് വളരെ വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇതുപോലെ എല്ലാ മാധ്യമങ്ങളും ബില്ലിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനങ്ങൾ വാങ്ങുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അത് വലിയ വ്യത്യാസം ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ ഈ നടപടിയെ പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ അസസ്മെൻ്റ് ഉദ്യോഗസ്ഥന്മാർ അവർ ഈ കടകൾക്കെതിരായിട്ടുള്ള നടപടിയെടുക്കും. അവരുടെ വിൽപ്പന ടേൺ ഓവർ സപ്രസ് ചെയ്തതിൻ്റെ ഇതൊരു തെളിവായിട്ട് എടുക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഇതിൻ്റെ പേരിൽ തന്നെ ബില്ലില്ലാതെ വിറ്റതിനുള്ള കേസുണ്ടാവും. 2, ഈ ജൂലൈ മാസത്തിൽ വാർഷിക ടേൺ ഓവർ നൽകുമ്പോൾ ഇത്തരത്തിലുള്ള ടേൺ ഓവർ സപ്രഷൻ ഉണ്ട് എന്നതിനുള്ള ഇപ്പോൾ തെളിവായല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ കൃത്യമായിട്ട് അവരുടെ കണക്കുകൾ പരിശോധിക്കുന്നതിനും മറ്റും ഏർപ്പാടുണ്ടാവും. ദിനകർ, എന്തൊക്കെ ശക്തമായ നടപടികൾ സർക്കാരിന് ഇതിനുമേൽ സ്വീകരിക്കാൻ കഴിയും? എന്തൊക്കെ നടപടികളുമായിട്ടായിരിക്കും സർക്കാർ ഇനി മുന്നോട്ട് പോവുക? അശ്വതി, ഏതാണ്ട് പ്രതിദിനം കോടിക്കണക്കിന് രൂപയുടെ വിൽപ്പന സംസ്ഥാനത്ത് സ്വർണ്ണ വിൽപ്പന നടക്കുന്നുണ്ട്. അതിലൂടെ സർക്കാരിന് ഖജനാവിലേക്ക് എത്തിപ്പെടേണ്ട കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ വാർത്തയാണ് പീപ്പിൾ ടിവി പുറത്തു കൊണ്ടുവന്നത്. അത് ജനങ്ങളുടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട പണം വെട്ടിപ്പ് നടക്കുന്നു എന്ന വസ്തുതയാണ് പീപ്പിൾ ടിവി സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ ഒളിക്യാമറ ദൃശ്യങ്ങളിലൂടെ പുറത്തു കൊണ്ടുവന്നത്. ഈ വസ്തുത ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. പീപ്പിൾ ടിവിയുടെ ഈ വാർത്ത തെളിവായി സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം ഇവർ ജൂലൈ മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകൾ അല്ലെങ്കിൽ റിട്ടേൺ സമർപ്പിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ നടപടി ഉണ്ടാകും. തുടർന്നും കടകളിൽ പരിശോധനകൾ നടത്തും എന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഇത്തരത്തിൽ വലിയ തോതിൽ വെട്ടിപ്പ് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ, വാർത്തകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ശക്തമായ നടപടികളുമായിട്ട് തന്നെയായിരിക്കും സർക്കാർ മുന്നോട്ട് പോവുക എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇതിനായി അദ്ദേഹം തുക നീക്കിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 2 കോടി രൂപ അദ്ദേഹം നീക്കിവെച്ച് കഴിഞ്ഞു. കാരണം ഇത്തരം പരിശോധനകൾ ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കടകളിൽ പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇനി നടത്തുക എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാരണം സ്വർണം വാങ്ങി ഉദ്യോഗസ്ഥരെ തന്നെ കടകളിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് അവർ സ്വർണം വാങ്ങി GST ഈടാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അത് സ്ഥിരം സംവിധാനമാക്കി മാറ്റും. ഏതെങ്കിലും തരത്തിൽ നികുതി വെട്ടിക്കുന്ന കടകൾ ഉണ്ടെങ്കിൽ അത്തരം കടകൾക്കെതിരെ ഉടമസ്ഥർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതോടൊപ്പം ബില്ലില്ലാതെ നൽകുന്ന സ്വർണത്തിന് അതിന്റെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്നത് സംബന്ധിച്ചുള്ള ചോദ്യവും അദ്ദേഹം ഉയർത്തുകയും ചെയ്തു. അശ്വതി. ശരി ദിനകർ. പീപ്പിൾ ടിവി വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരം വലിയൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളാണ് ദിനകർ നൽകിയത്. മധ്യ കേരളത്തിലും സ്വർണ്ണ വ്യാപാര മേഖലയിൽ നടക്കുന്നത് സമാനതകളില്ലാത്ത നികുതി വെട്ടിപ്പെന്ന് ഞങ്ങൾ കണ്ടെത്തി. ഭൂരിഭാഗം ജ്വല്ലറികളിലും ബില്ലോ GSTയോ യഥാർത്ഥ കണക്കോ ഇല്ല. പുതിയ ആഭരണങ്ങൾ വിൽക്കുമ്പോഴും പഴയ സ്വർണം വാങ്ങുമ്പോഴും കണക്കിൽ ഉൾപ്പെടുത്താതെ വൻ നികുതി വെട്ടിപ്പാണ് ചില ജ്വല്ലറികൾ നടത്തുന്നത്. പെരുമ്പാവൂരിലെ നക്ഷത്ര ജ്വല്ലറിയിൽ കൈരളി ന്യൂസ് ചീഫ് റിപ്പോർട്ടർ സാലി മുഹമ്മദ് നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിലേക്ക്. സ്വർണ്ണാഭരണ വ്യാപാരശാലകൾ കേന്ദ്രീകരിച്ച് വലിയ നികുതി വെട്ടിപ്പ് നടക്കുന്നുവെന്നറിഞ്ഞാണ് അന്വേഷണത്തിനായി ഞങ്ങൾ പെരുമ്പാവൂരിലേക്ക് പുറപ്പെടുന്നത്.
തട്ടിപ്പിന്റെ വഴികൾ നേരിട്ടറിയുക തന്നെയാണ് ലക്ഷ്യം. വിശ്വാസ്യതയ്ക്കായി ഒരു കുടുംബത്തെയും ഒപ്പം കൂട്ടിയാണ് ഞങ്ങൾ കടയിലെത്തിയത്. ഒരു നെക്ലേസും ഒരു വളയും വാങ്ങി. രണ്ടും ചേർത്ത് 59.74 ഗ്രാം. ഗ്രാമിന് 3080 രൂപ പ്രകാരം 1,83,399 രൂപയാണ് ആഭരണത്തിന്റെ ആകവില. 16% പണിക്കൂലിയും ചേർത്ത് 2,13,439 രൂപയാകും. കൈവശമുണ്ടായിരുന്ന 2 സ്വർണ്ണ നാണയങ്ങൾ കടക്കാരന് നൽകിയപ്പോൾ 49,280 രൂപ കുറച്ചു. വിലപേശലിനൊടുവിൽ പണിക്കൂലിയിലും ഡിസ്കൗണ്ട് ലഭിച്ചു. ബാക്കി 1,44,000 ക്യാഷ് കൗണ്ടറിലടച്ച് ഞങ്ങൾ ആഭരണങ്ങൾ കൈപ്പറ്റി. കടയുടെ പേരോ മറ്റു വിവരങ്ങളോ രേഖപ്പെടുത്താത്ത ഒരു ബില്ലാണ് ലഭിച്ചത്. നിയമപ്രകാരം നൽകേണ്ട ബില്ല് നൽകുകയോ GST കളക്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. വിലപേശലിനിടയിൽ ബില്ലില്ലാതെ GST ഒഴിവാക്കി തരാമെന്ന് ജീവനക്കാരൻ വാഗ്ദാനം ചെയ്തിരുന്നു. കടയുടെ മാനേജറുടെ സമീപം ചെന്നപ്പോഴും ഇത് തന്നെ ആവർത്തിച്ചു. GST നൽകേണ്ട വിത്തൗട്ടായി സ്വർണം നൽകാം. 3% GST എന്നുണ്ടെങ്കിൽ ഏത് കടക്കാരും അതെന്താ പറയുക സൈലന്റ് ആണ്. കാരണം നമ്മൾ വോട്ടർ ബാങ്ക് നമ്മൾ കൊടുക്കുന്ന കേസാണല്ലോ. മാത്രമല്ല ആലുവയല്ല അങ്കമാലി എവിടെയാണെങ്കിലും ചെയ്യാൻ സാധ്യതയില്ല. ഇവിടെ നിലവിൽ നമ്മളിപ്പോൾ വലിയ വിഷയമില്ലാണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യമില്ല. ഒരു ഏപ്രിൽ മുതൽ നമ്മൾ മസ്റ്റ് GST ആവും. GST നിയമപ്രകാരം സ്വർണ്ണാഭരണത്തിന് നികുതി 3%. ഈ വിൽപ്പനയിൽ 2,13,439 രൂപയുടെ 3%, അതായത് 6,403 രൂപ GST സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതായിരുന്നു. ബില്ലില്ലാത്ത കച്ചവടമായതിനാൽ കണക്കുമില്ല, അതുകൊണ്ട് നികുതിയുമില്ല. മറ്റൊരു കാര്യം കൂടിയുണ്ട്. 1 പവൻ വീതമുള്ള 2 നാണയങ്ങൾ ഞങ്ങൾ കടക്കാരന് നൽകിയിരുന്നു. ഇതിന്റെ 3% വാങ്ങൽ നികുതിയും GST നിയമപ്രകാരം സർക്കാരിലേക്ക് കടയുടമ അടയ്ക്കേണ്ടതാണ്. ഈ ഒരൊറ്റ കച്ചവടത്തിൽ മാത്രം സംസ്ഥാന സർക്കാരിന് നികുതി വരുമാനത്തിൽ ലഭിക്കേണ്ട 6,000-ഓളം രൂപയാണ് നഷ്ടമായത്. ഇത്തരത്തിൽ കോടികളാണ് GSTയിൽ നിന്ന് ദിവസേന സംസ്ഥാനത്ത് ചോർന്നു പോകുന്നത്. പെരുമ്പാവൂരിൽ നിന്നും സാലി മുഹമ്മദ്.